Hi everyone. Today we will have a discussion on the topic isolation and the enumeration of microbial cells by pore plate method. It is a viable count. അപ്പൊ നമുക്കൊരു കാര്യം നോക്കാം. എന്താണ് enumeration എന്ന് പറഞ്ഞാല്? Enumeration is a technique to determining the number of cells in a culture. ഒരു കൾച്ചറിലെ നമ്പർ ഓഫ് സെൽസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൊസീജിയറിനെ നമ്മൾ എന്ത് പറയുന്നത്? എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സഡ് പോപ്പുലേഷൻസ് കോളനിയായി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐസൊലേഷനും എന്യൂമറേഷനും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്? പോർ പ്ലേറ്റ് മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു മുന്നേ നമുക്ക് എന്താണ് വയബിൾ കൗണ്ട്, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കൗണ്ട് ഉണ്ടോ നോക്കാം. ഇപ്പൊ വയബിൾ കൗണ്ട് എന്ന് പറഞ്ഞാല് വി ആർ ഡിറ്റർമിനിങ് ഓൺലി ലിവിങ് സെൽസ്. ഇവിടെ നമ്മൾ എന്തിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ലിവിങ് സെൽസിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. റീപ്രൊഡ്യൂസിങ് സെൽസിനാ അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള സെൽസിനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ രണ്ട് കൗണ്ടിങ് മെത്തേഡ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഒന്ന് വയബിൾ കൗണ്ട്, പിന്നെ ഒന്ന് എന്താണ് ടോട്ടൽ കൗണ്ട്. ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ വി ആർ ഡിറ്റർമൈനിങ് ദി ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഇൻ എ കൾച്ചർ, വെദർ ഇറ്റ് ഈസ് ലിവിങ് ഓർ ഡെഡ്. വി ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ്. ഓൺലി വി കൗണ്ടിങ് ഓൾ ദി സെൽസ് ഇൻ എ കൾച്ചർ. എല്ലാ സെൽസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിം ടൈമിൽ എന്താണ് ലൈവ് സെൽസിനെ മാത്രം ഡിറ്റർമിൻ ചെയ്യുന്നതിനെ എന്ത് പറയുന്നത്? വയബിൾ കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ കൗണ്ടിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതല്ലെങ്കിൽ എന്യൂമറേഷൻ എന്തുണ്ട്? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്യൂമറേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പോപ്പുലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന മെത്തേഡ്സ് കുറെ ഉണ്ട് അല്ലെ. ഇപ്പൊ പോപ്പുലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മള് ഒന്ന് സെൽ നമ്പേഴ്സിനെ ഡയറക്റ്റ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ സെൽ നമ്പേഴ്സിന്റെ ബേസിസിലാണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് നമ്മൾ പഠിച്ചത്. അതിൽ എന്തുണ്ട്? ബ്രീഡ്സ് കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ പെട്രോഫോസർ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് എന്യൂമറേഷൻ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് എന്ത്? സെൽ മാസിന്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താ നോക്കുന്നത്? ടോട്ടൽ മാസ്, കോളനീസിനെയാണ് നോക്കുന്നത്. അപ്പൊ സെൽ മാസിന്റെ ബേസിസിലാണ് പ്ലേറ്റ് കൗണ്ട് മെത്തേഡ്. പ്ലേറ്റ് കൗണ്ടിൽ എന്തൊക്കെ? പോർ പ്ലേറ്റും അതുപോലെ തന്നെ സ്പ്രെഡ് പ്ലേറ്റും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് മെംബ്രെയിൻ ഫിൽറ്റർ കൗണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? വയബിൾ കൗണ്ട് മെത്തേഡാണ്. ലിവിങ് സെൽസിനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സെൽ മാസിന്റെ ബേസിസിലെ വയബിൾ കൗണ്ട് മെത്തേഡാണ് ഇതൊക്കെ? പോർ പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പിന്നെ എന്താ മെംബ്രെയിൻ ഫിൽറ്റർ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് അതിൽ തന്നെ ഉള്ളതാണ് ടർബിഡിമെട്രിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ടർബിഡിമെട്രിക് മെത്തേഡ്സ്, പിന്നെ പാക്ഡ് സെൽ വോളിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്താണ്? നമ്മൾ നോൺ വയബിൾ ആയിട്ടുള്ള സെൽസിനെയാണ് അവിടെ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെൽസിനാ നമ്മൾ എല്ലാ സെൽസിനെയും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ആ കേസസിൽ. പിന്നെ ഉള്ളത് സെൽ ആക്ടിവിറ്റിന്റെ ബേസിസിലാണ്. സെൽ ആക്ടിവിറ്റിന്റെ ബേസിസിൽ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നൈട്രജൻ എമൗണ്ട് നോക്കിയിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് ദി സെൽസ്, പിന്നെ നൈട്രജൻ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പിന്നെ ടിപിന്റെ ആക്ടിവിറ്റി മെഷർ ചെയ്തിട്ട്, അല്ലെങ്കിൽ മെറ്റബോളിക് എൻഡ് പ്രോഡക്ട്സിനെ മെഷർ ചെയ്തിട്ട്, അതൊക്കെ ഉള്ളതാണ് എന്ത്? സെൽ ആക്ടിവിറ്റിന്റെ ബേസിസിൽ നമ്മൾ നമ്പർ ഓഫ് സെൽസിനെ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഐസൊലേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് മൈക്രോബിയൽ സെൽസ് ബൈ പോർ പ്ലേറ്റ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ എയിം എന്താണ്? ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറഞ്ഞാല് ടു ഐസൊലേറ്റ് ആൻഡ് എന്യൂമറേറ്റ് മൈക്രോബിയൽ സെൽസ് ബൈ പോർ പ്ലേറ്റ് മെത്തേഡ്. ദാറ്റ് ഈസ് ദ എയിം. അപ്പൊ ഈ പോർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു എന്യൂമറേഷൻ ടെക്നിക്കാണ് എന്ത് പറയുന്നത്? പോർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന് അറിയോ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അല്ലെങ്കിൽ ദ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് വെൻ മെറ്റീരിയൽ കണ്ടെയ്നിങ് ബാക്ടീരിയ ഇസ് കൾച്ചേർഡ്, when material containing bacteria is cultured, every viable bacteria develops into a viable colony. ഇതാണ് every viable bacteria develops into a viable colony on nutrient agar medium. അപ്പൊ എന്താണ് ഒരു സെല്ല്, നമ്മളിപ്പോ ഒരു ബാക്ടീരിയയിലെ ഏതെങ്കിലും സാമ്പിളിനെ നമ്മൾ കൾച്ചർ ചെയ്താല് അതിൽ നിന്നേ ഓരോ ബാക്ടീരിയയും, എവറി സിംഗിൾ ബാക്ടീരിയ എന്താണ് ഡെവലപ്സ് ഇൻ ടു എ കോളനി, അല്ലെങ്കിൽ എന്താണ് ഒരു ബാക്ടീരിയ എന്തുണ്ടാവുന്ന പറയുന്നത് ഒരു കോളനി ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? ദ നമ്പർ ഓഫ് കോളനീസ് ആർ ദെർഫോർ ദി സെയിം ആസ് ദി നമ്പർ ഓഫ് ഓർഗാനിസം കണ്ടെയ്ൻഡ് ഇൻ ദി മെറ്റീരിയൽ. ആ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഓർഗാനിസത്തിന് സിമിലർ ആർക്കും എന്ത് പറയുന്നത്? കോളനി എന്ന് പറയുന്നത്. ആ കോളനീനെ കൗണ്ട് ചെയ്താല് എന്താണ്? ഒരു കോളനിന്നാണ്, ഒരു സിംഗിൾ സെല്ലിന്നാണ് ഒരു കോളനി എറൈസ് ചെയ്തത് എന്നില്ലേ എന്താണ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോളനീനെ കൗണ്ട് ചെയ്തിട്ട് അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ അസ്യൂം ചെയ്യും? നമ്പർ ഓഫ് സെൽസിനെ അസ്യൂം ചെയ്യും. അങ്ങനെയാണ് ചെയ്യാം. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാല് നമ്മള് യൂസ് ചെയ്യുന്നത് മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മീഡിയ എന്ന് പറയുന്നത് ന്യൂട്രിയന്റ് അഗാർ മീഡിയ തന്നെയാണ്. അത് നമ്മൾ പോർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഐസൊലേഷൻ അല്ലെങ്കിൽ എന്യൂമറേഷൻ എന്ന് പറയുന്ന സംഭവം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? മീഡിയ പോർ ചെയ്യുന്നതുകൊണ്ടാണ് ആ ടെക്നിക്കിനെ പോർപ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് മെഷേർഡ് വോളിയം ഓഫ് sample is mixed in a large volume of sterile water or saline. അപ്പൊ നമ്മൾ ഒരു സാമ്പിൾ എന്ത് ചെയ്യുന്നു? സാമ്പിളിന്റെ മെഷേർഡ് വോളിയം ഫോർ ഇറ്റ് ഈസ് 1 ml അല്ലേ? ഇതാണ് സാമ്പിള്. അപ്പൊ സാമ്പിളിന്റെ എന്താണ് 1 ml നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലാർജ് വോളിയം ഓഫ് സ്റ്റെറൈൽ വാട്ടർ ഓർ സലൈൻ. ഇതിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ സലൈൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 1 ml ആണ് ഇവിടെ യൂഷ്വലി സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. 1 ml സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലാർജ് വോളിയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കുന്നത് എത്രയാ അറിയോ? 9 ml ആണ് എടുക്കുക. അപ്പൊ 9 ml എന്തിലേക്ക് മിക്സ് ചെയ്യുന്നു? ഇത് ഒന്നിക്കൽ സ്റ്റെറൈൽ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സലൈൻ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ സലൈൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് പറയാ? ഡൈലുവന്റ് എന്ന് പറയുന്നത്. എന്താ പറയാ? ഡൈലുവന്റ്. അപ്പൊ ഡൈലൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയും? ഡൈലുവന്റ് എന്ന് പറയും. അപ്പൊ നമുക്കൊരു ഡൈലൂഷൻ കിട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യാം? നമ്മൾ ഡൈലൂഷൻ അതിനെ ഫർദർ ഡൈലൂട്ട് ചെയ്യും, പിന്നെ അതിനെ ഫർദർ ഡൈലൂട്ട് ചെയ്യും, അങ്ങനെ ഡൈലൂട്ട് ചെയ്യും. ആ ഡൈലൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ നമ്മൾ എന്ത് വിളിക്കും? സീരിയൽ ഡൈലൂഷൻ എന്ന് പറയും. എന്താ പറയാ? സീരിയൽ ഡൈലൂഷൻ. അപ്പൊ നമുക്ക് ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഡൈലൂഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് സാമ്പിൾ ആൻഡ് ടോട്ടൽ വോളിയം ഓഫ് ഡൈലുവന്റ്. വോളിയം ഓഫ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എത്രയാന്ന് വെച്ചാല് 1 ml വോളിയാണ്. അതിനെ 9 ml ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഡൈലുവന്റിലേക്ക്. ഡൈലുവന്റ് ആയിട്ട് സാധാരണ എന്താ യൂസ് ചെയ്യാം? ഒന്നിക്ക് സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ സ്റ്റെറൈൽ സലൈൻ ആണ് യൂസ് ചെയ്യാം. സ്റ്റെറൈൽ സലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. സലൈൻ എന്ന് പറഞ്ഞാല് 0.9% സലൈൻ സോഡിയം ക്ലോറൈഡ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചാലാണ് എന്ത് കിട്ടുക? സലൈൻ കിട്ടുന്നത്, നോർമൽ സലൈൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാം? ഡൈലൂഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഡൈലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡൈലൂഷൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വോളിയം ഓഫ് സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ഡൈലുവന്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡൈലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഒരു ഡൈലൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു.
എന്നിട്ട് ആ ഡൈലൂഷൻസ് എന്ത് ചെയ്യുന്നു, ഫർദർ ഡൈലൂട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 10⁻⁻6 വരെയുള്ള ഡൈലൂഷൻസ് ആണ്. 10⁻1 to 10⁻6. അപ്പൊ 10⁻1 എന്ന് പറയുന്നത് എന്താന്ന് ശരിക്കും പറഞ്ഞാല് 1 ml എടുത്തിട്ട് നമ്മൾ 9 ml ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ സലൈനിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എത്ര പറയാം, 1:10 എന്ന് പറയാം. ഇതിനെന്ത് ചെയ്യും, ആ ഒരു സംഭവത്തിനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യും, തറലി മിക്സ് ചെയ്യും. എന്നിട്ടാകുമ്പോൾ ഫ്രം 10⁻⁻1 1 ml of the sample is transferred to second tube, that is 10⁻⁻2. അപ്പൊ ഇത് ആദ്യം എത്രയാണ്, ഡൈലൂഷൻ എത്രയാന്ന് വന്നത്, 10 times ഡൈല്യൂട്ടഡ് ആവും അല്ലെ. ആദ്യത്തെ ഫസ്റ്റ് ട്യൂബില് 10 times ആണ് ഡൈല്യൂട്ട് ചെയ്തത്. ഫ്രം ദി ഫസ്റ്റ് ട്യൂബ് ഇറ്റ് ഈസ് 1 ml is transferred to second tube. Thus the dilution become 100 times. എന്തായിട്ട് മാറും, അത് 100 times ഡൈല്യൂട്ടഡ് ആയിട്ട് മാറും. സാമ്പിൾ എന്തായിട്ട് മാറും, 100 times ഡൈല്യൂട്ടഡ് ആയിട്ട് മാറും. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാ, 1:100 എന്ന് പറയാം. പിന്നെ അതിൽ നിന്ന് അടുത്ത ട്യൂബിലേക്ക്, അപ്പൊ 1:1000 എന്തായിരിക്കും, 1000 ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും, അടുത്ത ട്യൂബിലേക്ക്, ഇപ്പൊ 1:10,000 ആവും. അപ്പൊ അതിനുശേഷം അതിലേക്ക് 1:1 lakh ആവും. പിന്നെയോ 1:10 lakh ആയിട്ട് മാറും. അപ്പൊ അത്രയും ഡൈലൂഷൻസ് വരും. അപ്പൊ ഈ അവസാനത്തെ ട്യൂബിൽ എന്തായിരിക്കും ഒരു ml അധികമായിരിക്കും. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ml എന്ത് ചെയ്യുന്നു, ഡിസ്കാർഡ് ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്കാർഡ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പൊ കറക്റ്റ് ഡൈലൂഷൻ നമുക്ക് കിട്ടും. അങ്ങനെ സീരിയലി ഒരു ട്യൂബ്സിനെ വെച്ച് സീരിയലി ഡൈലൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീരിയൽ ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഫ്രം 1 ട്യൂബ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സെക്കൻഡ് ടു തേർഡ് ടു ഫോർത്ത്, അങ്ങനെ പോകുന്നു. ആ സീരിയൽ ഡൈലൂഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഡൈലൂഷന് 10⁻⁻1 എന്ന് പറയും, അല്ലെങ്കിൽ 1/10 എന്ന് പറയും. സെക്കൻഡ് എന്തായിരിക്കും, 10⁻⁻2 അല്ലെങ്കിൽ 1/100, അതല്ലെങ്കിൽ 1:100 എന്ന് പറയും. അങ്ങനെയുള്ള ഡൈലൂഷൻ ആണ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ 6 ട്യൂബ്സ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ ട്യൂബിന്ന് ഓരോ ഡൈലൂഷൻസ് അപ്രോപ്രിയേറ്റ് ഡൈലൂഷൻസ് എന്ത് ചെയ്യുന്നു, മെഷേർഡ് വോളിയം ഓഫ് സാമ്പിൾ. എപ്പോഴും മെഷേർഡ് വോളിയം ആയിരിക്കും. അതെന്താ എത്രയാന്ന് വെച്ചാൽ 1 ml ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 ml സാമ്പിൾ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ പെട്രി ഡിഷ്, സ്റ്റെറൈൽ പെട്രി ഡിഷ്. സ്റ്റെറൈൽ പെട്രി ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിലേക്ക് 45 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലെ മീഡിയം പോർ ചെയ്യുന്നു. 45 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലെ മീഡിയം പോർ ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നന്നായി മിക്സ് ചെയ്ത് അത് ഹാർഡൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്യുബേറ്ററിൽ വെക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ചാല് ഇതില് കോളനീസ് ഡെവലപ്പ് ചെയ്യും. പിറ്റേത്തെ ദിവസം ആഫ്റ്റർ 24 to 48 hours incubation, the colonies are formed in plates. പ്ലേറ്റ്സിൽ എന്ത് ചെയ്യുന്നു, കോളനീസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡൈലൂഷൻസിൽ എന്ന് പറഞ്ഞാൽ കോളനി എന്ന് പറയുന്നത് ലാർജ് നമ്പറിലായിരിക്കും കോളനി ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പ്ലേറ്റിലും എന്തായിരിക്കും, നമ്പർ കുറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്സഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവും. അതിനെയും കൗണ്ട് ചെയ്യാൻ ചിലപ്പം പറ്റണമെന്നില്ല. ചില സമയത്ത് സാമ്പിളിന്റെ നമ്പർ ഓഫ് ഓർഗാനിസം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഡൈലൂഷൻ തൊട്ടേ എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ 10⁻⁻1 എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്ന് 2ലേക്ക് എത്തുമ്പോൾ നമ്പർ ഓഫ് കോളനീസ് കുറഞ്ഞു വരും. പിന്നെ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും,
നമ്പർ ഓഫ് കോളനീസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നമ്പർ ഓഫ് കോളനീസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ഇതിനെ വെച്ചിട്ടാണ്, ഈ കോളനീസിനെ കൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് സെൽസ് ഇൻ ദി കൾച്ചർ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഇൻ എ കൾച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, നമ്പർ ഓഫ് സെൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളനീസ് കൗണ്ടഡ് ഡിവൈഡഡ് ബൈ amount plated into dilution factor. Number of colonies counted divided by amount plated into dilution factor. അപ്പൊ dilution factor എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളെ ഡൈലൂഷൻസ്. 1:10 അല്ലെങ്കിൽ എന്താ 1:100. അതിനെ നമ്മൾ എന്ത് പറയും, 1/100 എന്നും പറയും അല്ലെ. ഇതിന് 1/1000 എന്ന് പറയുന്നില്ലേ. അപ്പൊ ഇതാണ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഓഫ് ദി ഡൈലൂഷൻ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയാം. ഡിനോമിനേറ്റർ ഓഫ് ദി ഡൈലൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലിപ്പം നമ്മൾ കോളനീസ് കൗണ്ട് ചെയ്യുന്നത് എത്രയാണെന്നറിയോ, ഇതിന് ഒരു റേഞ്ച് ഉണ്ട്. 30 to 300 കോളനീസിന്റെ പ്ലേറ്റ് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കൂ. 30ൽ കുറവുള്ളതും 300ന് മുകളിലുള്ളതും നമ്മൾ കൗണ്ട് ചെയ്യാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഇതിന് നമ്പർ ഓഫ് കോളനീസ് കൗണ്ടഡ് എന്ന് പറയുന്നത്, ഇപ്പം 4ാമത്തെ ഡൈലൂഷനിൽ നമുക്ക് 50 കോളനി കിട്ടി എന്ന് വിചാരിച്ചോ, 50 കോളനി ഉണ്ട് എന്ന് വിചാരിച്ചോ കൗണ്ട് ചെയ്തിട്ട്. അതിന്റെ എമൗണ്ട് പ്ലേറ്റഡ് എന്ന് പറയുന്നത് 1 ml അല്ലേ, 1 ml അത് നമുക്ക് അറിയാം 1 ml ആണ്. അപ്പൊ ഡൈലൂഷൻ എത്രയാ, 4ാമത്തെ പ്ലേറ്റിന്റെ ഡൈലൂഷൻ എന്ന് പറയുന്നത് 1/10,000 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ എത്രയാണ്, ഡിനോമിനേറ്റർ ഓഫ് ദി ഡൈലൂഷൻ നമ്മൾ എന്ത് പറഞ്ഞേ, ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എത്രയാണ്, 10,000. അപ്പൊ നമുക്ക് എത്ര കോളനി എത്ര നമ്പർ ഓഫ് സെൽസ് ഉണ്ട് എന്ന് പറയാം, 15 into 10,000 അല്ലെ. 15 into 10,000 എന്ന് പറയുന്നത് എത്രയാണ്, 5 into 10⁵5 അല്ലെ. 5 into 10⁵5 സെൽസ് പെർ ml എന്നല്ല നമ്മൾ പറയാ, എന്താ പറയാന്നറിയോ, ഇവിടെ പറയുന്നത് CFU per ml എന്നാണ് പറയാ. സെൽസ് പെർ ml എന്നല്ല നമ്മൾ പറയാ, എന്താ പറയാ, CFU per ml. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് CFU എന്നാ പറയാ, കോളനി ഫോമിംഗ് യൂണിറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഒരു കോളനി അറൈസ് ചെയ്യുന്നത് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സിംഗിൾ സെല്ല് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അപ്പൊ ഇതില് എന്താണ്, ഡിപ്ലോകോക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗാനിസം ഉണ്ട്. ഇപ്പം സ്ട്രെപ്റ്റോകോക്കൈ അത് ഡിപ്ലോകോക്കൈ ആണ്. ന്യൂമോകോക്കൈ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കൈയിൽ തന്നെ ന്യൂമോകോക്കൈ, ന്യൂമോണിയ കോസ് ഉണ്ട്. അതിന്റെ കേസിൽ ഇത് എപ്പോഴും 2 എണ്ണമായിട്ടാണ് ഉണ്ടാവുക. ഈ സെല്ല് എപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ട് 2 സെല്ല് ഒന്നിച്ചാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ, എ കോളനി ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തെറ്റ് വരും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയും, കോളനി ഫോമിംഗ് യൂണിറ്റ് എന്ന് പറയും. കോളനി ഉണ്ടാക്കുന്ന യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതാണ് CFUന്റെ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് CFU per ml എന്നാണ് സാധാരണഗതിയിൽ പറയാം കേട്ടല്ലോ. CFU കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ ml എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പോർ പ്ലേറ്റിന്റെ കേസിൽ, പോർ പ്ലേറ്റിൽ നമുക്ക് എപ്പോഴും ഫോം ചെയ്യുന്നത് കോളനീസ് എന്ന് പറഞ്ഞാല് സബ്മർജ്ഡ് കോളനീസ് ആയിരിക്കും ഫോം ചെയ്യാം. ഇപ്പൊ ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നത് പോർ പ്ലേറ്റ് മെത്തേഡാണ്. ഇപ്പൊ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ഈ മീഡിയത്തിന്റെ ടെമ്പറേച്ചർ. 45 ഡിഗ്രി സെൽഷ്യസിൽ ബിലോ ആയാൽ അത് സോൾഡിഫൈ, എബോവ് 45 അല്ലെങ്കിൽ 50 അബോവ് ഒക്കെ ആയാൽ എന്താവും,
അതിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പൊ നമുക്ക് എന്താണ് 37°C ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇല്ല ഓർഗാനിസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ വെച്ചാല് 37°C ഒപ്റ്റിമം ഉള്ള ഓർഗാനിസത്തിന് അതിന്റെ മാക്സിമം ടെമ്പറേച്ചർ ഒരു 50-55°C ആയിരിക്കും. അതിന് അബവ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെമ്പറേച്ചർ കൂടിയാൽ ചിലപ്പോൾ ഗ്രോത്ത് കിട്ടണമെന്നില്ല. ഇത് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് കോളനീസ് എന്ന് പറയുന്നത് 1 to 6 വരുന്ന സമയത്ത് ദർ ഈസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാവും. കോളനീന്റെ നമ്പറിൽ എന്തുണ്ടാവും, ഡിക്രീസ് ഉണ്ടാവും. ഇതാണ് നമ്മള് പോർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പോർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെന്ത് പറയാ, പോർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പ്രെഡ് പ്ലേറ്റും പോർ പ്ലേറ്റും തമ്മിൽ ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ഇത് പോർ പ്ലേറ്റില് മീഡിയ പോർ ചെയ്യുന്നു, സ്പ്രെഡ് പ്ലേറ്റിലാണെങ്കിൽ ഓൾറെഡി പ്ലേറ്റിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച മീഡിയത്തിലേക്ക് നമ്മൾ ഒരു എൽ റോഡ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പ്രെഡർ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോ സാമ്പിൾ എന്താന്ന് വെച്ചാല് നമ്മൾ 0.1 ml സാമ്പിൾ ആണ് സാധാരണഗതിയിൽ എടുക്കുക. ഇവിടെ 1 ml സാമ്പിൾ എടുത്തതിന് പകരം സ്പ്രെഡ് പ്ലേറ്റിന്റെ കേസിൽ എന്തായിരിക്കും, 0.1 ml സാമ്പിൾ ആണ് എടുക്കുന്നത്. അപ്പൊ ഈ പ്ലേറ്റ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ആ പ്ലേറ്റിന്റെ മുകളിലേക്കാണ് നമ്മൾ 0.1 ml സാമ്പിൾ സ്റ്റെറൈൽ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിനു ശേഷം ഈ ആൽക്കഹോൾ സ്റ്റെറിലൈസ് ചെയ്ത സ്പ്രെഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പൊ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് സർഫസ് ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. സ്പ്രെഡ് പ്ലേറ്റിന്റെ കേസിൽ എന്താണ്, സർഫസ് ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്പർ ഓഫ് കോളനീസ്, നമ്പർ ഓഫ് സെൽസിനെ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് സെയിം ഫോർമുല, സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ സ്പ്രെഡിങ്ങും പോറും അതിനനുസരിച്ചാണ് എന്ത്, ഇതിന് പേര് മാറിയത്. ഒന്ന് പോർ പ്ലേറ്റ് എന്ന് പറയുന്നു, മറ്റേത് എന്ത് പറയുന്നു, സ്പ്രെഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, Welcome back, guys. We want to talk about how to count viable cells, and actually in this video I'm going to tell you the 3 processes that people usually use to count viable cells. Now the first process here is the spread plate method. And in spread plate method, what we usually do, we take the agar plate, which is the solid medium. We need to have a solid surface, and to have a solid surface, the best way to have it is to make the solid media using agar. And onto this solid surface we just pour our media and just spread it all over the plate with a spreader. And once we've done that, we incubate it for a particular duration of time and temperature. Usually for general bacteria we use it 37°C temperature for 24 hours, and then we see the colonies. And we can count the colonies either using a visual marking system or using a colony counter machine, and then we can tell the amount of bacteria that is present. Now another method is the pour plate method, and this method is slightly different from the spread plate, because the spread plate is only done when the media is getting solidified. But for the pour plate method, what we need to do, we need to take a plate and we add both these things. We mix actually our media with the inoculum. Now here it says the inoculum, we just put it first, then we put our media. But remember, the media is obviously having agar, so it should be solidified at a particular cold temperature, but we won't allow this media to be solidified. Before the media gets solidified, we add the media with the inoculum onto the agar plate, we mix it well, and then we cover the lid and we allow this to grow for again for the particular time duration at a particular temperature, and then we can see colonies. But the difference between these two methods is that in the spread plate method, as we are spreading the culture onto the top of the media, we can see the colonies only in the surface area. But on the other hand, for the pour plate method, we can see 2 different variety of colonies, one in the surface which are more aerophilic, another one in the another one is a subsurface which is slightly embedded onto the media due to this pouring effect.
right? And people may thought that these are the anaerobic bacteria, but I'm going to tell you that these are not anaerobic, because you can't culture anaerobic bacteria like this, because these bacteria might not love oxygen very much, so they grow at a lower oxygen content condition in the subsurface regions. So these are the two major ways. And another major way to count this viable cell is this serial dilution method, and this is found to be very foolproof method to know the number of colonies that are present in your original culture. Now for that method, what we use original inoculum. Now we use water, which is sterile obviously, and so not actually water or broth, whatever we take, and we add the number of inoculum in it. So original inoculum, for example, 1 ml of original inoculum is added to the 9 ml of broth, nutrient broth, and now it becomes 10. So the culture is here in the ratio of 1:10. The culture is to culture is to the media is 1:10. Then we take 1 ml from this culture and we put it onto another media, another 9 ml nutrient media, and this way we are transferring 1 ml from each. And as we are doing that, we are actually diluting our actual inoculum or original inoculum sample. For example, in the previous time we get 1:10, then once we transfer 1 ml from this to the next level, it becomes 1:100, then from there to another, so 1:1000, and so on. It keeps going like that. So once we're doing this, we can take the mixture from those tubes and we can spread it onto plates. We can spread it or pour it. Usually pour plate method is applied there to get the number of colonies. Now we can see once the inoculum is very much dense, we get a huge number of colonies, so we can't actually count them visually because they are kind of forming a smear like structure or lawn like structure. But after that, once we are making it more diluted, like 1:10,000 or 1 lakh, we are going to see the colonies. We can count the colonies on our own, and once we count the colonies, we can go back from this dilution factor. We can calculate the percentage or the amount of total bacteria present in our original inoculum sample. Now all of these three methods that we've talked about, spread plate method, pour plate method, as well as this serial dilution method, we use all this method in different cases.